മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ഒരു സദ്യ കഴിക്കാൻ കയറി ഒടുവിൽ അതേ സദ്യ തന്നെ അടുത്തിരിക്കുന്നവരുടെ ദേഹത്തേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഇത് എന്തെന്നൊരു സംശയം തോന്നുമെങ്കിലും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ചടങ്ങാണിത്. കേട്ടപ്പോൾ തോന്നിയ ഒരു കൗതുകത്തിന്റെ പുറത്താണ് സുഹൃത്തായ അരുണുമൊത്ത് ഇതൊന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ ക്ഷേത്രത്തിലേക്ക് പോയത്. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ക്ഷേത്ര മൈതാനത്ത് എത്തിയപ്പോഴാണ് ഇത് എത്രമാത്രം ഭക്തിസാന്ദ്രമായാണ് ആചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വലിയൊരു സദ്യ നടക്കുമ്പോൾ ഭഗവാൻ എവിടെയെന്ന് തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടെത്തുന്ന വില്ലുമംഗലം സ്വാമിയാർ അവിടെ എത്തി. എന്നാൽ ഭഗവാനെ തിരിഞ്ഞ അദ്ദേഹത്തിന് ശ്രീകോവിലിലോ സദ്യാലയത്തിലോ ഭഗവാനെ കണ്ടെത്താനായില്ല. ഒടുവിൽ അദ്ദേഹം നാടകശാലയിൽ എത്തിയപ്പോൾ ഒരു സാധാരണ വിളമ്പുകാരന്റെ വേഷത്തിൽ കൃഷ്ണൻ ഭക്തർക്ക് സദ്യ വിളമ്പുന്നതാണ് കണ്ടത്. ഭഗവാൻ നേരിട്ട് സദ്യ വിളമ്പിയ ഇടമെന്ന വിശ്വാസത്തിലാണ് നാടകശാലയിലെ സദ്യ ഇത്രത്തോളം പവിത്രമായി കരുതപ്പെടുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഒരു കൊച്ചു ബാലനായി വന്ന് സദ്യ വിളമ്പുന്നവർക്കിടയിൽ വികൃതി കാണിച്ചെന്നും അവയൊക്കെ വാരിയെറിയുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് സദ്യ വാരിയെറിയുന്ന രീതി ഇന്നും ഭക്തർ പിന്തുടർന്നു വരുന്നത്. വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജനതയുടെ രീതി തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചു എന്ന സംതൃപ്തിയിൽ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക്. അപ്പോ എല്ലാവരോടും സ്നേഹം മാത്രം.